ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിരുദ്ധ പ്രതീഷിനോട് പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് നോക്കിയതാണെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷിന് ദേഷ്യം വന്നിട്ട്, നിങ്ങളെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പറയുന്ന മുഴുവനും കള്ളത്തരമാണ്. എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയത് പോലും, നിങ്ങൾ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ ഞാൻ പുറത്തിറങ്ങിയാനായിരുന്നു. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും, നിങ്ങൾക്കൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ പുറത്തിറക്കാനായിട്ട് ശ്രമിക്കാതിരുന്നത്. പക്ഷേ അമ്മേ, നിങ്ങളെക്കുറിച്ച് ഞാനൊന്നും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ഭയങ്കര കരച്ചിലാണ്. മോനെ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ലടാ, ഇവൻ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നില്ല പോലും. നിങ്ങൾ കുറേ കാലം കോമയിലാണ്, ഓർമ്മയില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ തിരക്കിയായിരുന്നോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്നോട് തിരക്കിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുമിത്രയാണെങ്കിൽ, ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് നീ വിദേശത്ത് ഏതോ പ്രോഗ്രാമിനൊക്കെ പോയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു മോനെ. ഇത് ഈ പറയുന്നതും കള്ളത്തരം തന്നെയാണ്. കാരണം നിങ്ങളെയൊന്നും എനിക്കിപ്പോൾ തീരെ വിശ്വാസമില്ല. നിങ്ങളെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ കൂടെ നിന്നതല്ല അമ്മേ. എന്നിട്ട് എന്നെ ഇത്രമാത്രം വെറുക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഒരിക്കലെങ്കിലും ജയിലിൽ വന്ന് എന്നെ കാണായിരുന്നു, എന്നെ പുറത്തിറക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കായിരുന്നു. അതൊന്നും നടന്നില്ല. എല്ലേട്ടാ, നിങ്ങളുടെ മനസ്സും ഇത്രയ്ക്കും കല്ലാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഇതാണ് കൂടപ്പറപ്പ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കൂടപ്പറപ്പങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ നിങ്ങളെന്നോട് ഇത്രമാത്രം ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ പ്രതീക്ഷയെ, ഞാനൊന്ന് പറയുന്നു, നീ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യം തന്നെയാണ്. വേണ്ട, നിങ്ങളിപ്പോൾ വായെടുത്താൽ നോണ മാത്രമേ പറയുള്ളൂ. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ കുഞ്ഞിനെ നോക്കുകയാണ്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് കുഞ്ഞ് അനന്യയുടെ പിന്നാലെ ഇങ്ങനെ മാറി മാറി ഒളിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു ഭയങ്കരയേറെ പേടിച്ച് വരച്ചേ. അപ്പം അനന്യയാണെങ്കിൽ, അല്ല കുഞ്ഞു പേടിച്ചെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും പ്രതീഷിൻ്റെ മുഖഭാവം ആകെയെന്ന് മാറുകയാണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പു ആണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട്, അതെ കുഞ്ഞു ഭയങ്കരയേറെ പേടിച്ചെന്ന് തോന്നുന്നു, മോളെ വാ നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കൊച്ചിനെ നോക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പ്രതീക്ഷ. കൊച്ചിനെ ഒരു നോക്ക് കാണാനും അവളെ കൊണ്ടുപോകാനുമാണല്ലോ പ്രതീക്ഷ വന്നത്. പക്ഷെ എന്നിട്ട് പോലും തൻ്റെ മകളാണ് സ്വരമോളെന്ന് പ്രതീക്ഷ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ വീണ്ടും പ്രതീക്ഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്ര കരഞ്ഞുകൊണ്ട് തന്നെ, മോനെ നീ എന്നെ വിശ്വസിക്കും മോനെ, നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നിന്നെ കാണാൻ വേണ്ടി ഞാൻ ജയിലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് നീ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങിയതാണ്. പക്ഷേ അപ്പോഴേക്ക് നീ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു മോനെ. ഈ ഇടക്കാണ് ഞാൻ അറിഞ്ഞത് നീ ജയിലിലാണെന്നുള്ള വിവരം. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു മോനെ എന്നൊക്കെ പറയുകയാണ്. വേണ്ടമ്മേ വേണ്ട, കൂടുതൽ കണ്ണീര് എൻ്റെ മുന്നിൽ ഇറക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കാരണം അമ്മ തന്നെയാണ്. അമ്മക്ക് ചോദിക്കാറുന്നല്ല അമ്മയുടെ മൂത്ത മകനോട്. നിങ്ങൾ സന്തോഷത്തോടെ ഈ കുടുംബത്തിലൊക്കെ കഴിഞ്ഞു. പണ്ടൊക്കെ ഈ കുടുംബത്തിൽ നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞത്. ഇപ്പോൾ കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നു, എന്നിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് കഴിയുന്നു. ശരിയാണ്, എന്നെ ഇനി എന്ത് സ്നേഹിക്കാനല്ലേ? എന്നെ വെറുത്താലും കുഴപ്പമില്ലല്ലോ. ഞാൻ വലിയൊരു കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോയതല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുക്കും. നിങ്ങൾക്ക് ഞാനൊരു മോനാണെന്ന് പറയാനും, പിന്നെ എൻ്റെ ഏട്ടന് ഞാനൊരു അനിയനാണെന്ന് പറയാനും നാണക്കേടുണ്ടാകും. അതുകൊണ്ടാ ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യമുണ്ട്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് നേടിയെടുത്തേ മതിയാവുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും, ഞാനിങ്ങോട്ട് വരികയും ചെയ്യും. പിന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ നിന്ന് നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും എന്ന് പ്രതീക്ഷ പറയുകയാണ്. അപ്പോൾ പ്രതീഷിൻ്റെ ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യ പേടിച്ച് വിറച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ സുമിത്ര എടുത്ത് വായിക്കും ചോദിക്കണം, എങ്ങോട്ട് പോകുമെന്ന്? നീ എങ്ങോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ പറയുന്നത്. നീ എങ്ങോട്ടും പോകില്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പ്രതീക്ഷ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കര വിളിക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ അവിടെ നിൽക്കാനൊന്നും തയ്യാറായില്ല. പ്രതീക്ഷ ഭയങ്കര കലിപ്പിലാണ്, കൊച്ചും കൂടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ അനിരുദ്ധ് നേരെ സുമിത്ര അടുത്തേക്ക് ചെന്നിട്ട് അമ്മ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പക്ഷേ സുമിത്രയ്ക്ക് വന്ന കലി, നീ എന്നെ തൊടണ്ട എന്നും പറഞ്ഞുകൊണ്ട് കയ്യും തട്ടി തെറിപ്പിച്ചിട്ട്
സുമിത്ര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അനന്യയും പേടിച്ചിരിക്കുകയാണ്, അതേപോലെ തന്നെ അനിരുദ്ധും പേടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ്. അപ്പം രഞ്ജിത ഈ പൂജയുടെ പേരിലേക്ക് രോഹിത് സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വക്കീലിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ സ്വത്തുക്കൾ മുഴുവനും പൂജയുടെ പേരിലേക്ക് പോകാനായിട്ട് പാടില്ല. അതെല്ലാം എൻ്റെ മകൻ അനുഭവിക്കേണ്ട സ്വത്താണ് വക്കീലെ. അതിനുവേണ്ടി എന്തും ചെയ്യണം. അപ്പം ഇങ്ങനെ കുറേ കോടികളുടെ കണക്കുകളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും 25 കോടിയുണ്ട് നമ്മുടെ പൂജയ്ക്ക് എന്ന് പറയുകയാണ്. എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഇതെല്ലാം അനുഭവിക്കേണ്ടത് എൻ്റെ മകൻ തന്നെയാണ്. ആ രഞ്ജിത മേഡം പറഞ്ഞെല്ലാം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ കൊണ്ട് പൂജയെ കല്യാണം കഴിപ്പിക്കുക, അത്രേ മാത്രമേ ഉള്ളൂ ഇനിയൊരു പോംവഴി. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പൂജയുടെ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എന്നെ സംസാരിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനും തയ്യാറെടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പൂജയുടെയും പങ്കജിൻ്റെയും കല്യാണം നടക്കണം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുകയും ചെയ്യും. പിന്നെ സ്വത്തുക്കളും മുഴുവനും എല്ലാം ഞങ്ങളുടെ പേരിലാകുകയും ചെയ്യണം എന്നിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പൂജയും അതേപോലെ തന്നെ പങ്കജും കൂടി കയറി വരുന്നത്. പൂജയ്ക്ക് ആ വക്കീലിനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു സംശയം തോന്നുകയാണ്. പങ്കജിനും ആകെ പേടിച്ച് വരച്ച്. അപ്പം രഞ്ജിത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പൂജ, ദൈവമേ ഇനി പൂജ വല്ലതും കേട്ടിട്ടുണ്ടാവോ, ഇവളുടെ മുന്നിൽ ഇനി എന്തെങ്കിലും അടവുകൾ ഇറക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ രഞ്ജിത്ത് അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അപ്പം പൂജ വന്നിട്ട് എന്താൻറ്റി ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ രോഹിതേട്ടനെ ഈ സ്വത്തുക്കളെല്ലാം നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിനക്ക് പക്വതയും വിവരവും അറിവൊക്കെ വന്നു കഴിയാൻ നേരത്ത് ഈ സ്വത്തുക്കൾ മുഴുവനും നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്ന് രോഹിതേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വക്കീലിനെ വിളിച്ചു വരുത്തിയത്. വക്കീലിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു, ഈ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കുകയായിരുന്നു. നിന്റെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം മാറ്റണ്ടേ. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അതേ മോളെ, ഈ സ്വത്തുക്കൾ മുഴുവനും നിന്റെ പേരിലേക്ക് മാറ്റാൻ തന്നെയാണ്. ഞാൻ രോഹിതേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. രോഹിതേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇനി സ്വത്തുക്കളുടെ അവകാശി നീ തന്നെയാണ് മോളെ. പിന്നെ പങ്കജിനെ നീ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ എൻ്റെ മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി അതെല്ലാം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ. പിന്നെ ഈ സ്വത്തുക്കളെല്ലാമേ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം എന്നിങ്ങനെ രഞ്ജിത പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയാണെങ്കിൽ, എന്താ ആൻറ്റി പറയുന്നത്? വേണ്ട ആൻറ്റി, സ്വത്തുക്കളെല്ലാം ആൻറ്റി തന്നെ നോക്കി നടത്തിയാൽ മതി. എൻ്റെ ഡാഡി ആൻറ്റിയല്ലേ ഏൽപ്പിച്ചത്. പിന്നെ എന്നെ ഏൽപ്പിക്കണമെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ സ്വത്തുക്കളൊന്നും നോക്കി നടത്താനുള്ള പ്രാപ്തിയൊന്നും എനിക്കായില്ല. അതൊന്നും എൻ്റെ തലയിൽ ഭാരം വെച്ച് നടക്കാനായിട്ടും പറ്റില്ല. എല്ലാം ആൻറ്റി തന്നെ നോക്കി നടത്തിയാൽ മതി. അതെല്ലാം ആൻറ്റിക്കുള്ളതാണ്. ഇത്രയും കാലം ആൻറ്റി തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തിയല്ലോ. അതിൽ എൻ്റെ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എൻ്റെ അച്ഛൻ്റെ സന്തോഷം അതായിരിക്കും. ഇതിൽ എൻ്റെ അച്ഛൻ സന്തോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയുടെ ഒടുക്കത്തെ ഒരു ഡയലോഗ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് അതും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പങ്കജാണെങ്കിൽ, ദേ മമ്മി, പൂജ പറഞ്ഞത് കേട്ടില്ലേ, സ്വത്തുക്കളെല്ലാം മമ്മി നോക്കി നടത്തിയാൽ മതിയെന്ന്. അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ തലയിടാനായിട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് ചില പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളിലെല്ലാം അന്വേഷിക്കാനുണ്ട്. ഞങ്ങളതൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വാ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് പൂജയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ, എടോ വക്കീലേ, അവളുടെ ആഗ്രഹം കണ്ടില്ലേ, ഞാൻ തന്നെ ഈ സ്വത്തുക്കൾ നോക്കി നടത്തിയാൽ മതിയെന്ന്. ആയിക്കോട്ടെ, അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടേടോ. പിന്നെ എൻ്റെ മകനും പൂജയും തമ്മിൽ പ്രണയത്തിലാണ്. പിന്നെ എൻ്റെ മകൻ്റെ ആഗ്രഹമാണല്ലോ എൻ്റെയും ആഗ്രഹം. അവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണങ്ങളുടെ നടത്തി കളഞ്ഞേക്കാം. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പിന്നെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായല്ലോ. സ്വത്തുക്കൾ എൻ്റെ പേരിൽ തന്നെ മതിയെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി നടത്തിക്കോളാം. എന്താ വക്കീലേ? വക്കീലിന് സമ്മതമല്ലേ? രഞ്ജിതയ്ക്ക് സമ്മതമാണെങ്കിൽ പിന്നെ ഞാനെന്ത് നോക്കാനാണ്? എനിക്ക് സമ്മതം തന്നെ. സ്വത്തുക്കളെല്ലാം അപ്പോൾ രഞ്ജിത തന്നെ നോക്കി നടത്തിയാൽ മതി എന്ന് വക്കീലും രഞ്ജിതയും കൂടി അങ്ങോട്ട് ചിരിച്ചിട്ട് അട്ടഹസിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയാണ്. അപ്പം അനിരുദ്ധാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനിലാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് നേരെ അനന്യ കയറി വന്നിട്ട്, അനിരുദ്ധേ, ഇതെന്താ അനിരുദ്ധേ, പ്രതീക്ഷ വന്നപ്പോൾ ഞാൻ ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായിപ്പോയി. അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ, അതെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. സ്വരമോൾ അവൻ്റെ മോളാണെന്ന് പറയുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ അവൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു. പക്ഷേ അനിരുദ്ധ, ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷ ആകെ മാറിപ്പോയെന്ന്. ഇപ്പോൾ അവന് ആരോടും സ്നേഹമില്ല.
സ്വന്തം അമ്മയെ പോലും അവൻ എത്ര ധിക്കാരമായിട്ടാണ് സംസാരിച്ചത്. നിന്നോട് എത്ര ധിക്കാരമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ അമ്മ അവനെ കാണാൻ പോകാതിരുന്നത് അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനെ കാണാൻ പോകാതിരുന്നത്. ആ സത്യം അമ്മ പറയുകയും ചെയ്തു. എന്നിട്ട് പ്രതീക്ഷ അത് വിശ്വസിച്ചോ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രതീക്ഷ ആകെ മാറിപ്പോയിട്ടുണ്ട്. പ്രതീക്ഷ പഴയതുപോലെയല്ല, പുതിയൊരാളായിട്ടാണ് വരുന്നതെന്ന്. നിങ്ങളാരും ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. ഇപ്പോൾ കൺമുന്നിൽ കണ്ടപ്പോൾ എല്ലാം വിശ്വാസമായില്ലേ? ഇനി ആകെ ചിന്തിക്കേണ്ടത് സ്വരമുള്ള കാര്യം തന്നെയാണ്. അനിരുദ്ധേ, യാതൊരു കാരണവശാലും പ്രതീക്ഷ ഈ കാര്യം പറയാനായിട്ട് പാടില്ല. അപ്പം നമ്മുടെ അനിരുദ്ധ് പറയണം, അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം അനന്യെ, നീ ഒരിക്കലും പ്രതീക്ഷയോട് ദേഷ്യം കാണിക്കരുത്. ദേഷ്യം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളിൽ നടക്കും. പ്രതീക്ഷ എല്ലാവരോടും തുറന്നു പറയും സ്വരമോൾ പ്രതീക്ഷിൻ്റെ മകളാണെന്ന്. പിന്നെ സ്വരമോളെ നമുക്ക് നഷ്ടപ്പെടും. അവൻ നമ്മളെ എത്രയൊക്കെ പിടിക്കാൻ ശ്രമിച്ചാലും അവൻ പോയി കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് അവൻ്റെ ഭാഗത്തെ നിൽക്കുള്ളൂ. അവൻ പറയുന്ന കാര്യങ്ങളെ കേൾക്കുള്ളൂ. കാരണം ഏതൊരു ടെസ്റ്റിലും സ്വരമോള് പ്രതീഷിൻ്റെ മകളാണെന്ന് തെളിയും. അപ്പോൾ പിന്നെ എല്ലാത്തിലും നമ്മൾ തോറ്റു തുന്നം പാടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്കിനി തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇനിയും അവനിങ്ങോട്ട് വരില്ല. ഉറപ്പായിട്ടും അവനിങ്ങോട്ട് വരും. ഇവിടെ താമസവും തുടങ്ങും. നമുക്കിവിടെ നിന്ന് അവനോട് ഇറങ്ങിപ്പോകാൻ പറയാനായിട്ട് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാനായിട്ട്. അനിരുദ്ധേ, നീ എങ്ങനെയും പ്രതീക്ഷയോട് പറയണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. പിന്നെ സ്വരമോള് അവൾക്ക് അവളുടെ അച്ഛനെ ഓർമ്മയില്ല. കുഞ്ഞിലെ കണ്ടതല്ലേ. അവൾ ആ പ്രതീഷിൻ്റെ മുഖം മറന്നു പോയിരിക്കുന്നു. ഇപ്പോൾ പ്രതീഷിനെ കാണുമ്പോൾ അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്വരമോളും ഈ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരമോളെ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അനന്യയും പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിനും ആകെ പേടിയും വിറച്ചൊക്കെ നിൽക്കുകയാണ്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനേതായാലും അമ്മയുടെ അടുത്തോട്ട് പോട്ടെ. അമ്മ ആകെ തളർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എനിക്ക് അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നും പറഞ്ഞ് അനിരുദ്ധ് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അനന്യയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. പിന്നീട് നമ്മുടെ സ്വരമോൾക്ക് അപ്പു ഐസ്ക്രീം എല്ലാം മേടിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ സ്വരമോൾക്ക് സംശയം, അപ്പുങ്കളെ വന്നത് ആരാ അപ്പുങ്കളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് അപ്പൂര് എന്ത് പറയാനായിട്ട്. അപ്പം അപ്പു ആണെങ്കിൽ മോളെ, മോൾക്ക് ഒരു ഐസ്ക്രീം കൂടി പറയട്ടെ, ബട്ടർ സ്കോച്ച് ഭയങ്കര ടേസ്റ്റാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ടേസ്റ്റാ, ബട്ടർ സ്കോച്ച് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നാ പിന്നെ അപ്പോങ്കൾ ഒരെണ്ണം കൂടി പറയാം. അപ്പോങ്കളെ, അയാളില്ലേ, അയാളെന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വന്നത്? അയാൾ പ്രശ്നം ഉണ്ടാക്കുമോ? അയാൾ ദുഷ്ടനാണോ അപ്പോങ്കളെ എന്ന് പറഞ്ഞപ്പോഴേക്കും അയാളെ പണ്ട് നല്ലവനായിരുന്നു, പക്ഷേ ഇപ്പം ആളാകെ മാറി, ചെറിയൊരു ദുഷ്ടത്തരമൊക്കെ ഉണ്ട്. പിന്നെ അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണിപ്പോൾ. അയ്യോ, അപ്പൻ്റെ മമ്മിയെയും ഡാഡിയെയും ഉപദ്രവിക്കോ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉപദ്രവിക്കില്ല. അച്ചമ്മയുണ്ടല്ലോ, അച്ചമ്മയുണ്ടെങ്കിൽ അയാൾ ആരെയും ഉപദ്രവിക്കില്ല. അതെന്താ? അച്ചമ്മയുണ്ടെങ്കിൽ അയാൾ ആരെയും ഉപദ്രവിക്കാത്തത്? അപ്പം അപ്പുവിന് അതിന് പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മോളെ ഏതായാലും കഴിക്കുക, നമുക്ക് കഴിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാം. ശരി അപ്പങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ഐസ്ക്രീം വാരി ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ പിന്നീട് സുമിത്ര ആകെ ദുഃഖിച്ചിരിക്കുകയാണ്. സുമിത്രയുടെ അടുത്തേക്ക് നമ്മുടെ അനിരുദ്ധ് ചെല്ലുകയാണ്. അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നാലും അവൻ എത്ര മാറിപ്പോയല്ലേ പ്രതീക്ഷ. അവൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും വളരെയേറെ വ്യത്യാസമുണ്ട്. അവൻ എന്നോട് എത്ര പരുഷ്യമായിട്ടാണ് സംസാരിച്ചത്. അവൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു. അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവനായിരുന്നു. എൻ്റെ ഏതൊരു ദുഃഖത്തിലും അവനെൻ്റെ കൂടെ നിൽക്കുമായിരുന്നു, എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. അമ്മയെന്ന് തികച്ചവൻ വിളിക്കില്ല, അതേപോലെയായിരുന്നു എന്നോട് സ്നേഹം. പക്ഷേ ഇപ്പോൾ അവൻ എന്നോട് വെറുപ്പാണ്, അരിശമാണ്. എന്താണ് അവൻ അങ്ങനെ മാറിപ്പോയത് അനിരുദ്ധേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്തിനാ എന്നെ ഇത്രയും വെറുക്കാനുള്ള കാരണം? അവനിങ്ങനെ മാറാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അനിരുദ്ധിനോട് എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുമിത്ര. പക്ഷേ ഈ സുമിത്രയുടെ ഓരോ മറുപടിക്ക് മുന്നിലും ഈ അനിരുദ്ധിനെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം സത്യാവസ്ഥ വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.